അല്ലെ ഒരു സമുദായത്തിനെ അവഹേളിക്കുന്നത്. ആ സമുദായത്തിനില്ലാത്ത പ്രശ്നം നിനക്കെന്തിനാണ് മധു? സ്വന്തം അച്ഛനില്ലാത്ത പ്രശ്നമാണ് അപ്പുറത്തെ വീട്ടിലെ അച്ഛന് അല്ലെങ്കിൽ അയൽക്കാരന്. എന്തൊരു കഷ്ടമാണോ നിന്റെയൊക്കെ കാര്യം? ഇങ്ങനത്തെ ജാതിയും മതവും വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തായാലും ഇല വെക്കാറായി. ഇനിയുള്ള സമയത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് ദൈവികമായിട്ടുള്ള വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കേണ്ട സമയത്ത് ഒരാളെ അവഹേളിക്കാനായി, ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒരു പത്രത്തിന്റെ പത്രാധിപനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തന്തയില്ലായ്മയും പറയാമെന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മധു എന്ന് പറയുന്ന വ്യക്തി. ഇതിനെ ഇനിയും ഇങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ നാളെ ഇവൻ വീണ്ടും ജാതി, മതം, വർണ്ണം, വിവേചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇറങ്ങും, വിഷം തുപ്പിക്കൊണ്ടിറങ്ങും. പക്ഷേ കേരളത്തിലുള്ള ജനങ്ങൾക്ക് സാമാന്യ ബോധമുള്ളതുകൊണ്ട് അവരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നത് വേറൊരു സത്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയും BJPക്ക് കേരളത്തിലേക്കുള്ള ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ BJP ഇനി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി നീയൊക്കെ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ളത്. സാധാരണക്കാരനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന നിന്റെയൊക്കെ രാഷ്ട്രീയത്തിനെ കേരളത്തിലെ ജനങ്ങൾ അത് വോട്ടിൽ കൂടി തന്നെ രേഖപ്പെടുത്തും, വോട്ടിൽ കൂടി തന്നെ അറിയിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ